എന്താടാ നിനക്ക് വേണ്ടത്? സ്വസ്ഥത തരൂലേ? അങ്ങോട്ട് നോക്കി. അളിയനെ കമ്പനിയെ വിളിച്ച് പൊരിച്ചടുക്കിയാണ് കേട്ടോ അവന്മാരെ. തന്നെടേ തന്നെ. അല്ലെങ്കിൽ അത് വേണം. ആ കമ്പനി പാവ അളിയനെ ശരിക്കും അങ്ങ് പിഴിഞ്ഞതാ. അളിയനുള്ളിൽ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർപ്പിക്കും. ഡേ ബാ അങ്ങോട്ട് പോയി നോക്കാം. ഒന്ന് പോവാൻ പറയടാ ഒരു അർബാബ്. എടാ ഞാനും കുറെ അറബികളൊക്കെ കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതൊക്കെ അവിടെ പറഞ്ഞു തരും. അത്ര നല്ലയാ കൂടെ വിളിച്ച് കമ്പനി വിളിച്ച് കനത്തിലൂടെ അവനൊക്കെ അനുഭവിക്കണം. കമ്പനിയിലേക്ക് അല്ലടാ വിളിച്ചത്, അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവനെയാ വിളിച്ചത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് റിസൈൻ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ജോലി പോയാലും എനിക്ക് വിഷയമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കളയാ പൊളിച്ച്. അല്ലയാ ഞമ്മമാരൊക്കെ പ്രശ്നം എന്നത് നമ്മള് ചെറുതായിട്ടൊന്ന് താന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവരുടെ തലേ കറങ്ങിയിരിക്കും. അത് മാത്രല്ല നമ്മുടെ ജോലിക്ക് വിലയില്ലാത്തടത്ത് നമ്മൾ പണിയെടുക്കേണ്ട കാര്യമില്ല. എന്തിന്? അത് കറക്റ്റ് ആണ്. അതാണ്. അതുപോലെ ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യം കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഫ്ലാഷ് ആയി. പിന്നെ എനിക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് ഓഫറും വന്നിട്ടുണ്ട്. കണ്ട 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 നമ്മളെ വേറെ കമ്പനിക്കാർക്ക് ആവശ്യമുണ്ട് സിദ്ധു. അളി അത് പണ്ടേ അങ്ങനെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല. ഏത് കമ്പനി പുതിയ ഓഫർ ഇട്ടേക്കുന്നേ? അത് നമ്മുടെ ദുബായിലുള്ള തന്നെ. അളയാ ഓഫറും കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. അയ്യോ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് കാശുണ്ടാക്കാമല്ലോ. നമ്മളെ നാട്ടിൽ തന്നെ വട്ടപ്പൂജയായിട്ട് നടന്ന എത്രയോ പിള്ളേർ ഇപ്പൊ നല്ല കാശുണ്ടായി നല്ല സെറ്റപ്പ് ജീവിക്കണ്. എന്തുകൊണ്ട്? നല്ല ചെറിയ തോതിലൊരു ഇൻവെസ്റ്റ്മെന്റ്, കിടുക്കൊരു ഐഡിയ, പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ സൂപ്പർ ടീം. അതാണ് പോയിന്റ്. അങ്ങനെ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം, എന്ത് എങ്ങനെ എപ്പം ചെയ്യണമെന്നുള്ള. അത് അളിയന്റെ ടേസ്റ്റിന് പിടിക്കുന്ന സാധനം നമുക്ക് നോക്കാളിയാ. അളിയന്റെ ടേസ്റ്റിന് പിടിക്കുന്ന ടൈപ്പുള്ള ഒരു ബിസിനസ് തുടങ്ങാ. എന്റെ ഒരു അഭിപ്രായത്തിലേ ഫുഡില്ലേ, ഫുഡ് അത് നല്ല കിടുക്കാച്ച ഓപ്ഷനാണ്. ഫുഡ് വേണ്ട, ഫുഡ് വേണ്ട അളിയാ. ഇപ്പോഴേ പറയുള്ളൂ ഫുഡ് വേണ്ട. നമ്മൾ തന്നെ ഇവിടെ കോഫി ഷോപ്പ്, റെസ്റ്റോറന്റ്, തട്ടുകട, ഇങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട പല പ്ലാനിങ് വിട്ടതാണ്. അവസാനം എന്തായി? എന്തെങ്കിലുമൊക്കെ പറ്റിയത് മുഴുവൻ മുടങ്ങും. അതുകൊണ്ട് ഫുഡ് വേണ്ട, വേറെ ഏരി പിടിച്ചോ. അത് ശിവ പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ പൈസ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. എന്താണല്ലേ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെയും കൂടെ അഭിപ്രായം എടുക്കാം. അളയാ ഫ്രണ്ട്സിന്റെ അഭിപ്രായം എടുക്കണമെങ്കിൽ ഓക്കെയാണ്, പക്ഷെ പാർട്ണർഷിപ്പ് വേണ്ട. അതിലും പോയിന്റ് ഉണ്ട്. വേണ്ടല്ലേ? ശരി, നമുക്കേ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. நான் என்ன சொல்றேன்னா ஒரு 2-3 மாசம் நல்லா ஸ்டடி பண்ணணும். அதுக்கப்புறம் தான் பிசினஸ் எல்லாம் ஆரம்பிக்கணும். ഈ 2-3 മാസം സ്റ്റഡി മാത്രം പണിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. നമ്മള് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണം. ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. മാത്രമല്ല ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടമൊക്കെ ഇങ്ങനെ വരുമ്പോ ഒക്കെ ചെയ്യാം. നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പൊ കടകളിലൊക്കെ എന്തോരം മിഠായി ഐസ്ക്രീം ഒക്കെ വിറ്റ് പോന്നെ. അപ്പൊ നമുക്ക് മിഠായി കട തുടങ്ങാം. മിഠായി കട അല്ലേ? മിഠായും ഐസ്ക്രീം. എന്നിട്ട് പാറൂസിനും കല്ലൂസിനും കൂടെ അത് മൊത്തം തിന്നു തീർക്കാനല്ലേ? വേണ്ടട്ടോ. മിഠായി കട ഒന്നും സെറ്റ് ആവുന്നില്ല. നീ ഒരെണ്ണം തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോയതല്ലേ പാറൂയി? മിഠായി അളിയാ നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് കിട്ടാല. അല്ലെങ്കിൽ വേണ്ട, ഷിബുവായിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും. ആളിയാ മൊബൈൽ ഷോപ്പ് വേണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. சித்து உனக்கு எவ்வளவு காசு இந்த பிசினஸ்ல இன்வெஸ்ட் பண்ண முடியும்? പൈസ കുറച്ച് അക്കൗണ്ടിലുണ്ട്. പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കാമല്ലോ. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ റൊട്ടേറ്റ് ചെയ്ത് തരും. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. പൈസ പോയാലാണ് പ്രശ്നം. നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. എന്തിനാ ചേച്ചി? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നെഗറ്റീവ്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ചേച്ചി. ചേച്ചി ബിസിനസ്സിലെ ലാഭം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും. അതൊന്നും വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യല്ലേ. ആളിയാ വേറെ ഐഡിയ പറയട്ടാ. നമുക്ക് പാറമടയില് ചെമ്മീൻ കൃഷി തുടങ്ങിയല്ല. കുറച്ച് പായലൊക്കെ ഉണ്ട്, ഫുള്ളം ക്ലീൻ ചെയ്യാം. പാറമടയില് ചെമ്മീൻ കൃഷി വേണ്ട, കട്ട് ചെയ്തേക്ക്. നമുക്ക് അടുത്ത പിടിക്കാം. ഒറ്റ മിനിറ്റല്ലേ, ഒന്ന് ആലോചിക്കട്ടെ. ஐயோ அவன் செல்லந்தான். ஒரு நிமிஷம் கொடுத்துனா 100 ஐடியா சொல்லுவான். சூப்பர் தாண்டா நீ. ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അതിനകത്ത് 90% ഐഡിയയും പൊട്ടത്തരായിരിക്കും. ഇതിനകത്ത് ബാക്കി 10 ഐഡിയനകത്ത് 1-2 എടുക്കാം.
ആ 90% ഏതെങ്കിലും ഒരു ഐഡിയ എടുത്താ കഴിഞ്ഞ്. അതുപോലത്തെ ഒരു ഐഡിയ ആയിരുന്നു ആ പച്ചക്കറി കട. നെഗറ്റീവ് 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 ഇതിനൊക്കെ എന്തിനാ കൂടെ കൊണ്ടു നടക്കാൻ? ഡിവോഴ്സ് ചെയ്ത് കളാ. അതെ അതെ അതെ, ബിസിനസ് ചർച്ചയല്ലേ, അപ്പൊ അഭിപ്രായമൊക്കെ പറയാം. ഇരുന്ന് പറ. அதெல்லாம் விடுங்க, நான் வேற ஐடியா சொல்லட்டா? நம்மளுக்கு மினரல் வாட்டர் பிசினஸ் ஆரம்பிச்சா எப்படி? நம்ம பக்கத்தால ஒரு வீடு இருக்குல்ல, அது கோடவுனா யூஸ் பண்ணலாம். മിനറൽ വാട്ടർ പരിപാടി അല്ലേ? അത് കൊള്ളാൻ തോന്നുന്നു. കൂട്ടത്തിൽ സോഡയുടെ ബിസിനസ് കൂടെ വരുവാണെങ്കിൽ കച്ചവടം പൊടി പിടിക്കും. സർവേ പ്രകാരം ഉണ്ടല്ലോ, മിനിമം 10 പേര് 2 പേര് മിനറൽ വാട്ടർ മേടിക്കുന്നവരാ. നല്ല സ്കോപ്പ് ഉണ്ട്. അല്ലയോ, സംഭവം നല്ല സ്കോപ്പ് ഉള്ള ഒരു മേഖലയൊക്കെയാണ്. ഭയങ്കരമായിട്ട് മാൻ പവർ വേണ്ട ഒരു കളിയാ. അതുകൊണ്ട് ശരിയാവില്ല. என்னடா பெரிய மேன் பவர், நாம எல்லாம் வெட்டியா தானே உட்கார்றோம், எல்லாரும் சேர்ந்து வேலை செய்ய வேண்டியதா. പിന്നെ നമ്മൾ ഈ 5 പേര് കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ മാൻ പവർ ആവത്തില്ല. അതിന് പുതിയ ആൾക്കാരെ ഇറക്കണം, പണിക്ക് ആളെ വെക്കണം. അപ്പൊ അങ്ങനെ പണിക്ക് ആളെ വെക്കുമ്പോ എല്ലാരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാ. കമ്പനി ഇപ്പൊ തന്നെ എന്റെ അടുത്ത് കാണിച്ച പരിപാടി നിങ്ങളെല്ലാം കണ്ടതല്ലേ? കമ്പനി എന്ത് കാണിച്ചെന്ന് കുറച്ച് ചീത്ത പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു ലജ്ജൂസ്, നീ ഒന്ന് ഇറങ്ങിയിരുന്നേ. അത് തന്നെ ചേച്ചിയായി വേണമെങ്കിൽ മുണ്ടും മുറുക്കെടുത്ത് പട്ടിണി നടക്കും നമ്മള് എന്നും പറഞ്ഞോണ്ട് അഭിമാനം പറ്റും നമ്മളെ ചോദിക്കൂലേ? ലജ്ജൂസേ, ഞാനേ ദുബായ് കിടന്ന് കഷ്ടപ്പെട്ട കഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ അർബാബിനെയും ജിഎമ്മിനെയും വിളിച്ച് 10 എണ്ണം പറയട്ടെ. ഈ അർബാബിനാണെങ്കിലുണ്ടല്ലോ മലയാളം അറിയത്തോണ്ട് ജിഎമ്മിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ വേണം. നിന്റെ മാനസപിതാവായിരുന്നല്ലോ അറബി, ഇപ്പൊ എന്ത് പറ്റി? സിറ്റുവേഷൻസ് മാറ്റർ. അത് തന്നെ ആളെ വിളിച്ച 10 എണ്ണം പറയേ അങ്ങോട്ട്. ഇനി ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമുക്ക് മനസ്സിൽ ഭയങ്കര ഭാരമായിരിക്കും. ഇറക്കി അങ്ങ് വിട. എനിക്ക് വിളിച്ച് പറഞ്ഞാൽ ഉറക്കം കിട്ടത്തു. ചേച്ചി പിന്നല്ല പിന്നെ അളയന്റെ മനസ്സിൽ ഇങ്ങനെ ഇത്ര വെയിറ്റ് വെച്ചോണ്ടിരുന്ന നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങണ്ടേ? അപ്പൊ ഫസ്റ്റ് മനസ്സിലുള്ളത് ഇറക്കി കളയണം. എന്റെ ജീവിതം നശിപ്പിച്ചേ അടങ്ങുള്ളൂ അല്ലേ? പിന്നെ അളയാ പിന്നെ അറബിയെ വിളിക്കേണ്ടതേ. അങ്ങോട്ട് തീരുമാനിക്കണ ആളിയാ. ഫിക്സ് ചെയ്തു ഇവിടെ. ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ഫുൾ ഫയർ അല്ലേ? അളയൻ വിളിക്കണ വിളി കേട്ടിട്ട് അറബാബിന്റെ കണ്ണിന്ന് ചോര വരണം. അത്രേ ഉള്ളൂ. അളയൻ വിളിയാ. അളയനെ ആരും ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ നോക്കിക്കോളൂ. ഓക്കെ. ചേച്ചി നോക്കിക്കോ, അറബാബ് വിളിച്ചോണ്ട് പാടും. അളയാ ആരും ഡിസ്റ്റർബ് ചെയ്ത ഈ കേസ് നോക്കിക്കോളും. ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടല്ലോ. അളയൻ വിളിയല്ലേ? ഹലോ, ജിഎം സാർ അല്ലേ? സാർ വേണ്ട, ജിഎം അല്ലേ? നീ എന്തിനാ ഫോൺ കട്ടാക്കി? ഫോണിൽ വന്നേ. ഇടി, എന്നെ ഇത്ര നാളെ കഷ്ടപ്പെട്ട് പണി എടുപ്പിച്ചതിന് ചോദ്യം ചെയ്യണോ എനിക്ക്? കെട്ടിയോനാണ് 6 അടി പൊക്കമുണ്ടെന്നൊന്നും ഞാൻ നോക്കൂല, തൂക്കിയെടുത്ത് തലയിലടിക്കും ഞാൻ. അവിടെ ലച്ചു, നീ വേണമെങ്കിൽ ആ കഥ കടച്ചേക്ക്. നീ ഉപദ്രവിക്കുന്നത് ഇവിടുത്തെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാ. സത്യം പറഞ്ഞല്ലോ, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വേണം 2 എണ്ണം തരാൻ. സിധു, ഞാൻ നിന്റെ ആരാടാ? ലച്ചൂസ്. എടാ, ഞാൻ നിന്റെ ഭാര്യ അല്ലേ? ഈ ജോലി ഉപേക്ഷിക്കുന്ന കാര്യം നിനക്ക് എന്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് കുഴപ്പം? അതൊരു മിനിമം മര്യാദയല്ലേ? അപ്പം ജോലി കളയാൻ നിൽക്കുന്നു. എന്റെ സിധു പറഞ്ഞല്ലോ, കുറെ ഡയലോഗൊക്കെ അടിച്ചായിരുന്നല്ലോ, കയ്യിൽ കുറെ കാശുണ്ടെന്നൊക്കെ. ഈ കാശൊക്കെ ഉണ്ടല്ലോ, ഒരു പനി വന്നാൽ തീരാവുന്നേ ഉള്ളൂ. ദുബായിൽ അവന് പട്ടിപ്പണിയാണ് പോലും. ആവേശം കയറുമ്പോഴേ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എന്റെ സിധു, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയണതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയണതാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ, എങ്ങും എത്തിയിട്ടില്ല. ഈ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ദേ ഇങ്ങനെ അങ്ങ് പോവും. അതിന് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്റെ പ്രസൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ അവരുടെ വാക്കും കേട്ടോണ്ടിരുന്ന നമ്മൾ എങ്ങനെ ജീവിക്കും? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നീ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ കാണിക്കും. പക്ഷെ നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞോ. തിരിച്ചു പോകാനുള്ള മടിയും അവിടുത്തെ കഷ്ടപ്പാട് ഓർത്തപ്പം, പിന്നെ ഇവിടെ ഓരോരുത്തരുടെ സ്നേഹം. ശരി, ഞാൻ തിരിച്ചു പൊക്കണം പോരെ? നീ അത് തൽക്കാലം ഒരു കാര്യം ചെയ്, ജിഎമ്മിനെ വിളിച്ചിട്ട് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊന്ന് സംസാരിക്കും.
GM ഇപ്പൊ വിളിച്ച് ഞാൻ തിരക്കായിരിക്കും ഫോൺ എടുക്കത്തില്ല. അത് മാത്രമല്ലെന്നേ GM കുറെ തവണ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരായിരുന്നതാ. പിന്നെ ഞാൻ അയാളെ അവിടെ പിടിച്ചു നിർത്തിയത്. അത് ശരി, എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണത്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടെ, നീ ആരാണ്? വലിയ ബിസിനസ് കുടുംബത്തിലെ അംഗോ? കേശവരെ ബിസിനസ് ഐഡിയ ഒക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര തൊരയും ആവേശമൊക്കെ ആയിരുന്നല്ലോ ചെയ്യാൻ. എന്തൊക്കൂ നീ എന്നെ അങ്ങനെ അങ്ങ് പുച്ഛിക്കല്ലേ? അങ്ങ് ദുബായില് ഞാൻ കൊടുക്കുന്ന ബിസിനസ് ഐഡിയാസ് വെച്ചിട്ടാണ് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഐഡിയ കൊടുക്കാനൊക്കെ ഭയങ്കര എളുപ്പാ, പക്ഷെ അത് പ്രാവർത്തികമാക്കാനേ ഭയങ്കര കഷ്ടപ്പാടാ. ലച്ചുസിന് എന്നെ അറിയാത്തോണ്ടാ. ഞാനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ സക്സസ് കണ്ടിട്ടേ മടങ്ങൂ. മര്യാദക്ക് ഇരുന്നോളം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ലച്ചു, നീ എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പേടിച്ചിട്ട് തിരിച്ചു പോകുന്നൊന്നും അല്ല. നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ ഞാൻ തിരിച്ചു പോകാൻ. ഭയങ്കര സ്നേഹമാണ്. അല്ലയാ എന്താ അല്ലയാ വയറൊളിച്ച് കൊടുത്താ? അല്ലയാ ആ അറബിക്കിട്ട് 10 പറയണ എനിക്ക് കേൾക്കണമെന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെ ഒന്ന് വിളിക്കൂ പ്ലീസ്, ഒന്നും വിളിച്ചിട്ട് പറയൂ. പൊന്നുമോൻ എന്തായാലും വന്ന് നന്നായി. എന്താ ചേച്ചി? ഞാനേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. എന്താ ചേച്ചി? നീ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ജീവിതം തൊലിക്കും അല്ലേ? ദുബായ്ക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇന്ന് ബുക്ക് ചെയ്യും. എന്താ എന്താ അവിടെ തപ്പേന്നൊരു ശബ്ദവും കേട്ടു, പട്ടി പോകുന്ന ഒച്ചയും കേട്ടു. അത് അപ്പുറത്തെ പറമ്പിൽ ആരോ പട്ടീനെ തല്ലിയതാ അല്ലേടാ?